2025 ഇത് പൂർത്തിയാവുമെന്ന് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF സർക്കാർ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് കൈയൊഴിഞ്ഞതാണ് ദേശീയപാത വികസനം. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതിക്ക് ജീവൻ. ഫറൂഖിന്റെ ഏറ്റവും പുതിയ PWD റെസ്റ്റ് ഹൗസ്, പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് നമ്മുടെ നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. റിബൺ കട്ടിങ്ങിനും ശിലാഫലകം അനാച്ഛാദനത്തിന് ശേഷവും അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേരും. വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ്ഘടനയുമായി കേരളത്തെ പരിവർത്തിപ്പിച്ച് ഭവനരഹിതരും തൊഴിൽ രഹിതരും ദരിദ്രരുമില്ലാത്ത ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുകയാണ് നാം. വിദ്യാഭ്യാസവും ആരോഗ്യവും പരിസ്ഥിതിയും ശുചിത്വവുമെല്ലാം മികവുറ്റതാക്കി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിക്ഷേപം ആകർഷിച്ച് ആ നവകേരളത്തിലേക്കുള്ള പടവുകൾ അതിവേഗം കയറുകയാണ് നാം. നവകേരളത്തിന്റെ വിധാതാവും അമരക്കാരനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫറൂഖിന്റെ ഏറ്റവും പുതിയ PWD റെസ്റ്റ് ഹൗസ്, പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് നാടിന് സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോ സ്ക്രീനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫറൂഖിന്റെ ഏറ്റവും പുതിയ PWD റെസ്റ്റ് ഹൗസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ നാടിന് സമർപ്പിച്ചിരിക്കുന്നു. ആധുനികമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സാങ്കേതിക വിദ്യകളും സന്നിവേശിപ്പിച്ച് ടൂറിസം രംഗത്തും പൊതുമരാമത്ത് രംഗത്തും തിളക്കം പകർന്ന മന്ത്രിയാണ് ശ്രീ മുഹമ്മദ് റിയാസ്. നിർമ്മിതികളിൽ സൗകര്യങ്ങൾക്കൊപ്പം സൗന്ദര്യത്തിനും സർഗാത്മകതയ്ക്കും പ്രാമുഖ്യം വേണമെന്ന അദ്ദേഹത്തിന്റെ ചിന്ത റോഡുകളിലും പാലങ്ങളിലും ഇതുപോലുള്ള നിർമ്മാണങ്ങളിലും ടൂറിസം സ്പോട്ടുകളിലുമെല്ലാം നവ്യശോഭ പകരുന്നു. പുതുമകളുടെ അംബാസിഡർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആധുനിക സൗകര്യങ്ങളോടെ ഏത് സാധാരണക്കാരനും ചുരുങ്ങിയ ചിലവിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിൽ പുതുതായി നിർമ്മിച്ച ഫറൂഖിന്റെ വിശ്രമ മന്ദിരം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നാടിന് തുറന്നു നൽകിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫറൂഖിന് സമർപ്പിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിൽ പുരസ്കാരത്തിന് അർഹമായ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്ന ബേപ്പൂരിലെ ടൂറിസത്തിന് കൂടി പ്രാധാന്യം നൽകിയാണ് 10,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ അതിമനോഹരവും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഈ റെസ്റ്റ് ഹൗസ് സജ്ജമാക്കിയിട്ടുള്ളത്. 2021 നവംബറിലാണ് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസുകൾ നവീകരിച്ച് പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളായി പ്രഖ്യാപിച്ചത്. 3 നിലയിൽ ഏറ്റവും താഴെ വിശ്രമമുറി, വിശാലമായ മീറ്റിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, അടുക്കള എന്നിവയും മറ്റ് 2 നിലകളിൽ 2 സ്യൂട്ട് റൂമും 7 താമസ മുറികളും ഈ റെസ്റ്റ് ഹൗസിലുണ്ട്. റെസ്റ്റ് ഹൗസ് നാടിന് സമർപ്പിക്കുന്നതോടെ കരിപ്പൂർ വിമാനത്താവളം, ബേപ്പൂർ തുറമുഖം, ചെറുവണ്ണൂർ നല്ലളം വ്യവസായ കേന്ദ്രം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും ബേപ്പൂർ, കടലുണ്ടി ഉൾപ്പെടെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എത്തുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ വിശ്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായി ഇത് മാറും. പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഏറ്റവും പുതിയ ഫറൂഖ് റെസ്റ്റ് ഹൗസിന്റെ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫറൂഖിന് സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ്ഘടനയുമായി കേരളത്തെ പരിവർത്തിപ്പിച്ച് ഭവനരഹിതരും തൊഴിൽ രഹിതരും ദരിദ്രരുമില്ലാത്ത ഒരു നവകേരളം സൃഷ്ടിച്ചെടുക്കുകയാണ് നാം. വിദ്യാഭ്യാസവും ആരോഗ്യവും പരിസ്ഥിതിയും ശുചിത്വവുമെല്ലാം മികവുറ്റതാക്കി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിക്ഷേപം ആകർഷിച്ച് ആ നവകേരളത്തിലേക്കുള്ള പടവുകൾ അതിവേഗം കയറുകയാണ് നാം. നവകേരളത്തിന്റെ വിധാതാവും അമരക്കാരനുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹാദരപൂർവ്വം
കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആധുനികമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സാങ്കേതിക വിദ്യകളും സന്നിവേശിപ്പിച്ച് ടൂറിസം രംഗത്തും പൊതുമരാമത്ത് രംഗത്തും തിളക്കം പകർന്ന മന്ത്രിയാണ് ശ്രീ PA മുഹമ്മദ് റിയാസ്. പുതുമകളുടെ അംബാസിഡറിനെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനെയും ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫറൂഖിന്റെ ഏറ്റവും പുതിയ PWD റെസ്റ്റ് ഹൗസ്, പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളെയും ഈ ഉദ്ഘാടന വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സുന്ദര ശുഭദിനത്തിൽ ഈ മനോഹര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫറൂഖിന്റെ ഏറ്റവും പുതിയ PWD റെസ്റ്റ് ഹൗസ്, പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് നാടിന് സമർപ്പിക്കുന്ന ഈ അഭിമാന മുഹൂർത്തത്തിലേക്ക് ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നു പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ശ്രീമതി ബീന L. കേരള സംസ്ഥാനത്തിന്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ആദരണീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവർകൾ, പൊതുമരാമത്ത് മുൻ മന്ത്രി ശ്രീ TK ഹംസ അവർകൾ, മുൻ ബേപ്പൂർ MLA ശ്രീ VKC മുഹമ്മദ് കോയ അവർകൾ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സാംസ്കാരിക കേരളത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. ബേപ്പൂർ സുൽത്താന്റെ നാട്ടിൽ ചരിത്രമുറങ്ങുന്ന ചാലിയാറിന്റെ തീരത്ത് തിലകക്കുറിയായി പൊതുമരാമത്ത് വകുപ്പിന്റെ പുതിയ വിശ്രമ മന്ദിരം ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇന്ന് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവർകൾ. അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും പൊതുമരാമത്തിൻ്റെ പേരിലും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ അധ്യക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകളാണ്. പൊതുമരാമത്ത് വിശ്രമ മന്ദിരങ്ങൾ ജനകീയമായിട്ട് 3 വർഷം തികയുന്ന ഈ വേളയിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെ കുതിപ്പ് പകരുന്ന നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പൊതുമരാമത്ത് വകുപ്പിനും വിനോദസഞ്ചാരത്തിനും താങ്ങാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണ് 147ാമത്തെ ഓൺലൈൻ ബുക്കിങ്ങിലോട്ട് വരുന്ന ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഫറൂഖ് റെസ്റ്റ് ഹൗസ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് സർ അവർകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ TK ഹംസ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുൻ MLA ബേപ്പൂർ നിയോജക മണ്ഡലം മുൻ MLA ശ്രീ VKC മുഹമ്മദ് കോയ സർ അവർകൾ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതരാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വേദിയിലുള്ള ഒട്ടനവധി വിശിഷ്ട അതിഥികളുണ്ട്. ബഹുമാനപ്പെട്ട MP നമുക്ക് സ്വാഗതം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP ശ്രീ MK രാഘവൻ സാറിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബീന ഫിലിപ്പ് ബഹുമാനപ്പെട്ട മേയറാണ് കോഴിക്കോട്ട് കോർപ്പറേഷന്റെ. നിങ്ങൾക്ക് തികച്ചും സുപരിചിതരാണ്. മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്നേഹിൽ കുമാർ സിംഗ് സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലുള്ള മറ്റു പ്രമുഖ അതിഥികളെ സമയത്തിന്റെ കുറവ് നിമിത്തം ഒറ്റ വാക്കിൽ എല്ലാവർക്കും സുസ്വാഗതം. ജയ് ഹിന്ദ്. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബഹുമാന്യ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, കോഴിക്കോട്ടെ ബഹുമാനപ്പെട്ട MP ശ്രീ MK രാഘവൻ, ബഹുമാന്യരായ ശ്രീ TK ഹംസ, ശ്രീ VKC മുഹമ്മദ് കോയ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അനുഷ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശൈലജ ടീച്ചർ, കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PC രാജൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, 2021 മെയ് മാസം 20 ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളെ കൂടുതൽ ജനകീയമാക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ ജനങ്ങൾക്ക് മുറി ലഭിക്കാൻ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ട സ്ഥിതിയുണ്ടായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ആ പ്രതിസന്ധികളെ മാറ്റിത്തീർക്കാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. കെട്ടിട വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇവിടെയുള്ള ഒരാൾക്ക് കൊല്ലത്തെ PWD റെസ്റ്റ് ഹൗസിൽ മുറി ലഭിക്കണമെങ്കിൽ, അടുത്ത മാസം അവിടെ ഒരു വിവാഹമോ മറ്റ് എന്തെങ്കിലും പരിപാടിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി മുറി ലഭിക്കണമെങ്കിൽ കെട്ടിട വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊരു അപേക്ഷ നൽകി അത് പിന്നീട് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോഴത്തേനും 5-6 മാസം കഴിയും. ആരും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളെ ആശ്രയിക്കുന്ന സ്ഥിതി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. അത് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് മുറി ലഭിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 2021 നവംബർ മാസം 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ മുറി ലഭിക്കാൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് റെസ്റ്റ് ഹൗസുകളെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി. 2 വർഷം 11 മാസം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്ക് 3 വർഷം തികയാൻ വേണ്ടി പോവുകയാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിട്ട്. ഈ 3 വർഷത്തിനിടയിൽ 3 ലക്ഷത്തിലധികം പേർ ഓൺലൈനിലൂടെ മുറികൾ ബുക്ക് ചെയ്യുകയും 18.5 കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെലവിൽ ഒരു മുറി ലഭിക്കുകയാണ്. 400 രൂപയ്ക്ക് ഒരു മുറി ലഭിക്കുകയാണ്. ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ലാഭം ഒരു 10-2000 രൂപയാണ്. ഇതുപോലൊരു റൂം പുറത്ത് ലഭിക്കണമെങ്കിൽ 10-2000 രൂപ അധികം കൊടുക്കണം. 3 ലക്ഷം പേർക്ക് ഒരു 10-2000 രൂപ വ്യക്തിഗതമായി ചെലവ് ചുരുക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് റെസ്റ്റ് ഹൗസുകളെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിയത്. ഇവിടെ നമുക്കറിയാം 1987 ഇവിടുത്തെ MLA കൂടിയായിരുന്ന അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ TK ഹംസാക്ക് ഇവിടെയുണ്ട്. PWD ഓഫീസിനോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു
ക്യാമ്പ് ഓഫീസ് പോലെ തുടങ്ങി. ഞാൻ ഓർക്കുന്നു അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഭാഗമായി വന്നത്. പിന്നീട് ഇവിടുത്തെ MLA ശ്രീ VKCയും ശ്രീ എളമരം കരീമും ഇതിനെ വിപുലീകരിക്കുവാനുള്ള വലിയ ശ്രമം നടത്തി. ശ്രീ VKC ഇവിടെയുണ്ട്. സഖാവ് ശ്രീ എളമരം കരീം ഡൽഹിയിൽ ഒരു ഒഴിച്ചുകൂടാനാകാത്ത പരിപാടിയിലായതുകൊണ്ട് വരാത്തതാണ്. അതിനുശേഷമാണ് ഈ ഗവൺമെന്റ് വരുന്നതും റെസ്റ്റ് ഹൗസിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നിശ്ചയിച്ചതും നേരത്തെ ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരൻ ചില മെല്ലപ്പോക്ക് സമീപനം എടുക്കുന്ന സ്ഥിതി ഉണ്ടായതും പിന്നീട് ആ കരാറുകാരനെ മറ്റ് നിവൃത്തിയില്ലാത്തതിന്റെ ഭാഗമായി ടെർമിനേറ്റ് ചെയ്തതും പുതിയ കരാർ ULCCS ഏറ്റെടുക്കുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തത്. 3 നിലയുള്ള 7 സ്യൂട്ട് റൂം ഉൾപ്പെടെയുള്ള ബെഡ്റൂമുകളുള്ള ക്യാൻറ്റീനുള്ള കോൺഫറൻസ് റൂമുള്ള ഏറെ സൗകര്യമുള്ള ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഫറൂഖ് പുതിയ പാലത്തിന്റെയും പഴയ പാലത്തിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടത്തിലാണ് ഇന്നു മുതൽ റെസ്റ്റ് ഹൗസ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രത്യേകത ഇതിനോട് തൊട്ടു ചേർന്നാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ. ബേപ്പൂർ മറീന ബീച്ചും ബേപ്പൂർ പോർട്ടും ഇവിടെ നിന്നും അധിക ദൂരമില്ല. ചാലിയം ബീച്ച് ഇവിടെ തൊട്ടടുത്താണ്. കോഴിക്കോട് എയർപോർട്ട് ഇവിടുന്ന് അധികം ദൂരമില്ല. ഇനി കോഴിക്കോട് എയർപോർട്ടിലേക്ക് വരുന്നവർക്ക് ഫറൂഖിൽ ട്രെയിൻ ഇറങ്ങി പുലർച്ചെയുള്ള ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഇവിടെ മുറിയെടുത്ത് പോകാൻ വേണ്ടി സാധിക്കും. ഫറൂഖ് റെയിൽവേ സ്റ്റേഷനെ കോഴിക്കോടിന്റെ എക്സ്റ്റൻഷൻ സ്റ്റേഷനാക്കാൻ നമ്മൾ എല്ലാവരും കൂടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവുമാണ്. ഇതിന്റെ ഭാഗമായി ഏറെ ഉപകാരപ്രദമായി ഈ റെസ്റ്റ് ഹൗസ് മാറും. അതിന് എല്ലാ നിലയിലുമുള്ള പിന്തുണ എല്ലാവരും നൽകിയിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇടപെട്ട ULCCS, ഇതിന്റെ പ്രവൃത്തി നടത്തിയവർ, പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇതിനോട് സഹകരിച്ചു. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈ റെസ്റ്റ് ഹൗസ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൂടിയാണ് എന്നുള്ളതും ഈ റെസ്റ്റ് ഹൗസ് എല്ലാ നിലയിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയിൽ ഇനിയും നവീകരിക്കാനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ടാണ് റെസ്റ്റ് ഹൗസിനോട് ചേർന്ന് കിടക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം ടൂറിസം ആംഗിളിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു സിപ്പ് ലൈൻ, കേരളത്തിൽ ആദ്യമായി ഒരു നദിക്ക് കുറുകെ ഒരു സിപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫറൂഖ് പഴയ പാലം ഇപ്പോൾ ലൈറ്റിംഗ് ദീപാലങ്കൃതമാക്കി മാറിയതോടുകൂടി ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഫറൂഖ് പുതിയ പാലവും ഈ ഗസ്റ്റ് ഹൗസ് പരിസരവും ഇനി ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. അങ്ങനെ ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ റെസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഫറൂഖ് റെസ്റ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഇവിടെ പുതുതായി പണി കഴിപ്പിച്ച PWD റെസ്റ്റ് ഹൗസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നേരത്തെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. നല്ല പഴക്കമുള്ള ഒരു കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നു, 70 വർഷത്തോളം പഴക്കമുള്ള. അത് പൊളിച്ചാണ് ഇത്തരമൊരു കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്കും ഇവിടെ പ്രസ്താവിച്ചതുപോലെ ടൂറിസ്റ്റുകൾക്കുമെല്ലാം ഏറെ ഉപകാരപ്രദമാവും.
മുൻപ് PWD റെസ്റ്റ് ഹൗസുകൾ വലിയ തോതിൽ നാട്ടുകാരെ ആശ്രയിക്കുന്ന ഒന്നായിരുന്നില്ല. ഔദ്യോഗിക തലത്തിലുള്ള ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുമൊക്കെയായിരുന്നു റെസ്റ്റ് ഹൗസുകൾ ഉപയോഗിക്കുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ ആ നിലയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന റെസ്റ്റ് ഹൗസുകൾ എന്ന നിലയിൽ സർക്കാർ അതിനെ പൊതുവെ മാറ്റുന്ന നിലയാണുണ്ടായത്. അങ്ങനെയാണ് 2021 നവംബർ മുതൽ റെസ്റ്റ് ഹൗസ് ബുക്കിങ്ങിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ 151 റെസ്റ്റ് ഹൗസുകളിനായി 20 കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി വരുമാനമായി ലഭിച്ചു എന്നാണ് കാണാൻ കഴിയുക. ഇപ്പോൾ ജനങ്ങൾക്കും യാത്രക്കാർക്കും നല്ല നിരക്കുള്ള ആതിഥേയത്വം നൽകുന്ന ഇടങ്ങളെന്ന നിലക്ക് നാടിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നവീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ഓരോ വർഷവും സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസ് നവീകരണത്തിനായി പ്രത്യേക പദ്ധതികൾ അതിൻ്റെ ഭാഗമായി തയ്യാറാക്കുകയാണ്. ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ നിന്നും ഏറെ ദൂരത്തല്ലാതെയാണ് കടലുണ്ടി ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. മികച്ച ഉത്തരവാദിത്വ ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട കടലുണ്ടിയിലേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്കും ഈ റെസ്റ്റ് ഹൗസ് വലിയ തോതിൽ ഉപകരിക്കപ്പെടും. പൊതു ഇടങ്ങളും സർക്കാർ ഓഫീസുകളുമെല്ലാം എല്ലാവർക്കും പ്രാപ്യമാകണം. ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. നമ്മുടെ ഭിന്നശേഷി സൗഹൃദമാകുക ഈ ഇടങ്ങളെല്ലാം എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി ഒരു ബാരിയർ ഫ്രീ കെട്ടിടമാണ് ഈ റെസ്റ്റ് ഹൗസിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കഴിഞ്ഞ 8 വർഷം കൊണ്ട് നമ്മുടെ നാടിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിക്കടുത്തുകൂടി ദേശീയപാത കടന്നു പോവുകയാണ്. ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയിരുന്ന അത് സായുധപ്രായമാക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, ബൈപ്പാസുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, എലിവേറ്റഡ് ഹൈവേകൾ ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. 1766 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നു. 623 കിലോമീറ്റർ നീളമുള്ള തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങളും നല്ല നിലക്ക് പുരോഗമിക്കുകയാണ്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം
ആ ഒരു പദ്ധതിയുടെ ഭാഗമായി 109 ആർഒബികളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ 5 എണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളൊരു വാഗ്ദാനം 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുമെന്നാണ്. ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. 800 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. നിലവിൽ 1152 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 119 പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്നും ആരംഭിച്ച് വയനാട് ജില്ലയിലെ മേപ്പാടി വരെ നീളുന്ന തുരങ്കപ്പാത, അതിൻ്റെ നിർമ്മാണം വേഗം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി 2043 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി വഴിയുള്ള യാത്രാക്ലേശം, വയനാട്ടിലേക്കുള്ള യാത്രയുടെ ക്ലേശം നല്ല രീതിയിൽ തന്നെ കുറയും. ദൂരവും യാത്രാ സമയവും അതേസമയം കുറയുകയും ചെയ്യും. കച്ചവടക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഇത് ഏറെ ഉപകാരപ്രദമാവും. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തുക എന്നത് തന്നെയാണ് സർക്കാർ തുറന്നും ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന അനുഭവമാണുള്ളത്. ഇത്തരം വികസന കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം കൂടുതലായി ഉണ്ടാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ വികസന മുന്നേറ്റങ്ങൾ നമ്മുടെ നാടിന് കൈവരിക്കാനാവണമെന്നതാണ് നാടും ജനങ്ങളും ആകെ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ 3.5 വർഷത്തിനിടയിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഉപഹാരം നൽകാൻ ഈ സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ രാധാഗോപിയോട് അഭ്യർത്ഥിക്കുകയാണ്. സമയബന്ധിതമായി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ULCCSന് ഉപഹാരം നൽകാൻ ബഹുമാനിയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനോട് അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം അടുത്തൊരു പരിപാടിക്ക് കൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട MP ശ്രീ കെ രാഘവൻ അവർകളെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷ മേയർ ബീന ഫിലിപ്പ് അവറുകൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ഇന്നിവിടെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത